എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കിയിരുന്ന നൂൽപുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഇത് ബാക്കിയുള്ളതാണ്. പിന്നെ അനു ചായ അടിച്ചിട്ടില്ല. മോൻട്ടനും ഞാനും ഉണ്ണിയേട്ടനൊക്കെ ചായ അടിച്ചു കേട്ടോ. അപ്പോൾ ഇത് അരിപ്പൊടി പ്ലസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ നിറം കണ്ടാൽ തന്നെ അറിയാം. ഇത് ബാക്കി വരുന്ന എന്താ പറയുക, നമുക്ക് നൂൽപുട്ടിൻ്റെ അച്ചിൽ വെച്ച് പീച്ചെടുക്കാൻ പറ്റാത്തൊരു ബാക്കി ബാലൻസ് വരുന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പരത്തിയിട്ട് അതിലിട്ടതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നൂൽപുട്ടിക്ക് കറി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നൂൽപുട്ടും ചട്നിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത്. അപ്പം അതിനൊന്ന് ചായ കുടിക്കാൻ വൈകിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ട്യൂഷന് പോയിട്ടില്ല. അവൾക്ക് ചെറുതായിട്ട് ജലദോഷം തൊണ്ടവേദന ഒക്കെ ഉണ്ടായതുകൊണ്ട് അവളൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ നീച്ചിട്ടില്ല. പിന്നെ ഗൈസ്, നമ്മുടെ ചോറ് ഇതാ അടുപ്പത്ത് ഏകദേശമൊക്കെ വേവായി തുടങ്ങി. ഡോക്ടറെ അടുത്തേക്ക് പോകണം. നമ്മളിവിടെ തൊട്ടടുത്ത് താണിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ വരെ പോകണം. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി നോക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ആളെയും കൊണ്ട് പോകാൻ. നമ്മൾ ചുവന്ന അരിയാണ് കേട്ടോ. അപ്പോൾ അതായത് കുറച്ചൊരു വേവുണ്ട്. മോട്ടന് പോകാറായി തുടങ്ങി. പക്ഷെ അവനെ കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 9 മണി ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ അവനെ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ മടൽ ഗൈസ്, അതിൻ്റെ തല ഉണ്ട്, പുതർന്ന മടലേന്ന് കേട്ടോ. ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, അയ്യപ്പോൾ വീണു. പിന്നെ ഒന്നുണ്ട് എന്താ പറയുക, നമ്മൾ ഈ വിറക് ഇവിടെ ഇങ്ങനെ വെച്ചാൽ ചൂട് കെട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഉണങ്ങിക്കോളും. എന്നിട്ട് പിന്നെ സെൻറ്റർ ഒരൊറ്റ ചീന്തൽ അടുപ്പിക്ക് വെച്ച് കൊടുക്കാമല്ലോ. ഈ അടുപ്പിൽ പിന്നെ ഏത് വിറകും വെക്കട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ കൊത്തി ചീന്തണ നിർബന്ധമൊന്നുമില്ല. കറി വെക്കാൻ മീൻ ഇന്നലെ ഏട്ടൻ ചട്ടിപ്പറമ്പെന്ന് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇവിടെ ചട്ടിപ്പറമ്പത്തെ മീൻ നമ്മൾ എല്ലായിടത്തും വാങ്ങണേക്കാളും കുറച്ചൊരു ആദായത്തിൽ കിട്ടും കേട്ടോ, നമ്മൾ മീൻകാരട്ടിനൊക്കെ വാങ്ങണേക്കാളും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ മീൻ വില ആയതുകൊണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് തിണ്ട മീനാണ് കേട്ടോ. വേറെയുള്ള നാട്ടിലേക്കൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതാ ഗായ്സ് തിണ്ട മീൻ. പക്ഷെ ഇത് വറുത്താലാണ് ടേസ്റ്റ്. പക്ഷെ ഞാൻ ഇന്ന് കറി വയ്ക്കുകയാണ് കേട്ടോ. ഇന്നലെ മീൻ വറുത്തു, പിന്നെ 2 ദിവസം മുന്നേ മീൻ വറുത്തു. അപ്പം ഇനി മീൻ വറുക്കൽ നടക്കില്ല. അപ്പം ഇന്ന് ഇതുകൊണ്ട് കറിയാണ്. അപ്പം ഇനി മീനൊക്കെ ഒന്ന് കഴുകി എന്താ പറയുക വൃത്തിയാക്കി എടുക്കട്ടെ. മോനൂസനെ കൊണ്ടുപോകാനാകുമ്പോഴേക്ക് ഞാൻ ഒരുവിധം പണിയൊക്കെ കഴിച്ചേക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ വന്നിട്ട് പിന്നെ ഒരു പണി നടക്കില്ല. കാരണം അവനെ ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കി അവൻ്റെ ശീലങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി എന്നിട്ടൊക്കെയാണ് വരുള്ളൂ. ഇന്നത്തെ ദിവസം നല്ല മഴയുണ്ട്. ഇന്നലെ രാവിലെ മഴ പെയ്തു, പിന്നെ അങ്ങോട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കാലാവസ്ഥ നേരെ ഓപ്പോസിറ്റാണ്. ഇന്ന് മഴയാണ്. ഞാൻ എന്നും കാലാവസ്ഥേനെ പറ്റി പറയും. നമ്മളെ പത്ര റിപ്പോർട്ടർമാർ പറയണ പോലെ. പിന്നെ അപ്പോൾ അങ്ങനെയുണ്ടോ, ഇന്ന് മഴയാണ്. ഇത് വൈകുന്നേരം വരെ ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം ഇന്ന് തിരുമ്പലൊന്നും നടന്നിട്ടില്ല. ഇന്ന് നീക്കാൻ അനുവിന് ട്യൂഷന് പോകണില്ല. അവർക്ക് ജലദോഷവും പനിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഒന്നുകൂടെ അവിടെ തന്നെ പോയി കിടന്നു. അതാണ് ആകെ പേച്ചത്. നമ്മൾ നീക്കാൻ നേരം വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല. മറ്റേത് ഓള് ട്യൂഷന് പോകുമ്പോൾ എന്താണെന്നറിയോ, ഒരു ഫുഡൊക്കെ കൊണ്ടുപോകുള്ളൂ. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളിങ്ങനെ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും. പിന്നെ നമുക്ക് സമയം ഫ്രീ ആണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഫ്രീ ആവും തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം. മോനൂട്ടന് ഇന്ന് 2 മണിയാകുമ്പോൾ മീറ്റിംഗ് ഉണ്ട്. അവനൊന്ന് ഉച്ച വരെ ഉള്ളൂ. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയാൽ നമ്മൾ എപ്പോഴാണ് തിരിച്ച് വരിക ഒന്നും പറയാൻ പറ്റില്ല. തിരക്കുണ്ടാവും. പോയി ഒന്നാമത് സീസണാണ് പനീൻ്റെയും ജലദോഷത്തിൻ്റെ. അപ്പോൾ മിക്കവാറും ചിലപ്പം തിരക്ക് കാണും. അപ്പോൾ ഞാൻ എന്തായാലും മീനൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ, കഴുകി വൃത്തിയാക്കി റെഡിയാക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മോനൂട്ടനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചോറും കറിയൊക്കെ ആയി. അപ്പോൾ അതൊക്കെയാണ് കറി. മീൻ കറി റെഡിയാണ്. പിന്നെ ചോറ്, പിന്നെ ഞാൻ കുറച്ച് മീൻ വറുത്തു കേട്ടോ. മീൻ വറക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അത് കഷ്ണം വെട്ടി വന്നപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലതും കൂടി ഇട്ട് കറി വെച്ചില്ല കേട്ടോ. അപ്പോൾ അത്രയും മീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ 2 കഷ്ണം എടുക്കാനുള്ള ആ ഒരു തോതിൽ നമ്മൾ മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് അകത്തക്കൂടെ ഒക്കെ ഒന്ന് അടിച്ചൊരു തുടയ്ക്കണം, തിരുമ്പാൻ പോകണം, അങ്ങനത്തെ ഒക്കെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.